Kerala Express has just arrived on platform number 3. ഹലോ എവ്രി വൺ, ഫൈനലി വി റീച്ച്ഡ് ആഗ്രാഖാൻ റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. 2 ദിവസം ട്രെയിനിലിരുന്നതിൻ്റെ ക്ഷീണം എല്ലാവരിലും കാണും. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷവും. ഈ ദിവസം ഞങ്ങൾ താജ്മഹലും അതേപോലെ തന്നെ ആഗ്ര ഫോർട്ട് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ആഗ്രാഖാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6.3 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് താജ്മഹലിലേക്കുള്ളത്. അതായത് ഒരു 20 മിനിറ്റ് ദൂരം. ഞങ്ങൾ പാക്കേജ് വെച്ചാണ് ഈ ട്രിപ്പ് പോകുന്നത്. ബിക്കോസ് വി കാൻ ടേക്ക് റിസ്ക് ഗൈസ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് തുടങ്ങുന്നത് തന്നെ. പാക്കേജ് വെച്ചായതുകൊണ്ട് തന്നെ വണ്ടി അവിടെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ യാത്രകളിൽ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലോക്ക് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് അവർ ജേർണി ഗൈസ്. പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ പുതിയ കാഴ്ചകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ മെട്രോയുടെ അരികിൽ കൂടി പോവുകയാണ്. ഓരോ ഗേറ്റ് കഴിയുമ്പോഴും അത് ഏത് ഗേറ്റാണെന്നുള്ളത് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ താജ്മഹലിലേക്ക് യാത്ര തുടർന്നു. താജ്മഹലിൻ്റെ അടുത്തെത്തി എന്ന് തിരിച്ചറിയാൻ ഈ ഒരു പ്രതിമയും അതുപോലെ തന്നെ അടുത്ത് താജ്മഹൽ മെട്രോ സ്റ്റേഷനും ഉണ്ട്. വി ആർ സോ ഹാപ്പി ആൻഡ് വെരി എക്സൈറ്റഡ് ടു സീ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിലേക്ക് 500 മീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം 2 മണിയായിട്ടുണ്ട്. इश्क मेरी जात बन गई. നടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്ത്യൻ വിസിറ്റേഴ്സിന് 50 രൂപയും ഫോറിൻ വിസിറ്റേഴ്സിന് 1100 രൂപയാണ് ആയിട്ടുള്ളത്. അതുമാത്രമല്ല താജ്മഹലിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ പ്രത്യേക ടിക്കറ്റും എടുക്കേണ്ടതായിട്ടുണ്ട്. നീണ്ട പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ലഭിച്ചിരിക്കുന്ന ടിക്കറ്റിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയത് കാണാം. വെസ്റ്റ് ഗേറ്റ് വഴി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് പോലെ. കയറുമ്പോൾ തന്നെ 2 വശങ്ങളിലായി നിർമ്മിതികൾ കാണാം. ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ ഏർപ്പാടാക്കിയിരുന്നു. 700 രൂപയാണ് ഗൈഡിന് ആവശ്യപ്പെട്ടത്. താജ്മഹലിൻ്റെ ഓരോ സവിശേഷതകളും അദ്ദേഹം പറഞ്ഞു തന്നു. ലോക മഹാ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്ക് പണികഴിപ്പിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള ചരിത്രം. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാ അത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു. 1983 താജ്മഹൽ യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. So man the gate, you gate the height 105 feet. You gate name Royal Gate, Sai Darwaza. Saja wife in 3 wife. You first wife your name Fatapuri Begum the West Gate outside. Second wife name Anjuman Mano, the left side is corner. You third wife so Mumtaz White Building the Taj Mahal. So total area in Taj Mahal 42 acre all. So complete the Taj Mahal all 400 years total. അങ്ങനെ പ്രധാന കവാടത്തിലേക്ക് അടുക്കുകയാണ്. എത്ര ആളുകളാണ് കാണാൻ പോകുന്നതും കണ്ടു തിരിച്ചു വരുന്നവരുമായിട്ടുള്ളത്. ഈ പ്രധാന കവാടത്തെ ദർവാസ ഇ റൗസ എന്നാണ് വിളിക്കുന്നത്. അകത്തേക്ക് കയറി നടക്കുന്തോറും താജ്മഹൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. എല്ലാ ആൾക്കാരും ഫോട്ടോ
ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ വരെ എത്തി ഫോട്ടോ എടുക്കാതെ എങ്ങനെയാണ് തിരിച്ചു പോകുക അല്ലേ? എത്രമാത്രം ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഒതുക്കിയിരിക്കുന്നത്. വിശാലമായ ഗാർഡനാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടക്കുകയായി. ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും ഖബർ ഇതിൻ്റെ അകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഒന്നുകൂടി പരിശോധന നടത്തുന്നുണ്ട്. എല്ലാവരുടെയും കാലുകളിൽ പുറകൾ ധരിച്ചത് കാണാം. ആ വെള്ളയിൽ ഒരു ചളി പോലും പറ്റാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹലിന് ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കുന്നതാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു പൂരിപ്പിക്കാവുന്നതിലും അധികം നല്ലൊരു അനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. താജ്മഹലിൻ്റെ അകത്തു നിന്നും വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. चांदी रात बन गई हो तुम जो आए जिंदगी में बात बन गई। पाया मैंने पाया तुम्हें रब ने मिलाया तुम्हें होठों पे सजाया तुम्हें नाकों में सजाया तुम्हें पाया मैंने पाया तुम्हें सबसे छुपाया तुम्हें सपना बनाया तुम्हें नींदों में बुलाया तुम्हें। അങ്ങനെ ഒരു 4:30 ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗൈഡ് ഞങ്ങൾക്ക് ആഗ്ര സ്ട്രീറ്റൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. chocolate, butterscotch, rose coconut, 6 flavor honey peda sample, 2 member inside. Come inside. എൻ്റെ സുഹൃത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അടുത്തത് ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ആഗ്ര ഫോർട്ടിലേക്കുള്ള വീഡിയോ വരുന്നതാണ്, അതും കൂടി കാണണം. ബൈ.